ഭാരതമാതാവിന്റെ മൂത്ത മകൻ അവരുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ വന്നിറങ്ങി. പിണറായിക്കും രാഹുൽ ഗാന്ധിക്കും ഒന്നും വയനാട്ടിൽ ചെയ്യാൻ പറ്റാത്തത് മോദിക്ക് കഴിയും. വയനാടിന്റെ മണ്ണിലേക്ക് അയാൾ വന്നിറങ്ങി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ഓരോ ജീവിതങ്ങളുടെയും ദുരിതങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ് മനസ്സിലാക്കി പുനരധിവാസത്തിന് എത്ര പണം വേണമെങ്കിലും തരാം, നിങ്ങൾ ചോദിച്ച 2000 കോടി അതിലപ്പുറവും ഞാൻ തരും എന്ന് പറഞ്ഞ് ഒരു പ്രധാനമന്ത്രിയുടെ പട്ടം കുറച്ചു നേരത്തേക്കാണെങ്കിലും അഴിച്ചു വെച്ച് ജനങ്ങളോടൊപ്പം നിന്ന കുഞ്ഞുങ്ങളുടെ അപ്പൂപ്പനായി താടിയിൽ പിടിച്ച് കണ്ണാടിയിൽ പിടിച്ച് ഉമ്മ കൊടുത്ത് അങ്ങനെ നൈസമൂളും മോദിയും ഒക്കെ വയനാടിൻ്റെ ട്രെൻഡായി. അപ്പോഴും ഒരു സൈഡിൽ വയനാടിനൊപ്പം തന്നെ ഞാനുണ്ട്. 10 ദിവസം കഴിഞ്ഞാണ് ദുരന്തം നടന്ന് 10 ദിവസം കഴിഞ്ഞാണ് വയനാട്ടിലേക്ക് വരുന്നത്. കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവലോകനങ്ങൾ നടത്തി വേണമെങ്കിൽ ഡൽഹിയിലിരുന്നോ അല്ലെങ്കിൽ ആകാശത്ത് ഇരുന്നോ ഹെലികോപ്റ്ററിൽ ഇരുന്നോ തന്നെ കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് പോകാമായിരുന്നു. ആ മണ്ണിലേക്ക് വന്ന് ഇറങ്ങണ്ട. പക്ഷേ ഓരോ ജീവിതങ്ങളെയും കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയാണ് തിരിച്ചു പോയത്. കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കും. വെറും വാക്കല്ല, വാഗ്ദാനങ്ങളല്ല, പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കുമെന്ന് പറഞ്ഞു പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിണറായിക്കും രാഹുൽ ഗാന്ധിക്കും ഒന്നും വയനാട്ടിൽ ചെയ്യാൻ പറ്റാത്തത് മോദിക്ക് കഴിയും എന്ന വീണ്ടും ഒരിക്കൽ കൂടി മോദി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വയനാട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 മണിക്കൂറാണ് വയനാട്ടിൽ ചിലവഴിച്ചത്. എന്ത് തോന്നുന്നു? ഒരു രാഷ്ട്രീയത്തിനപ്പുറം, ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറം, ഒരു രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കപ്പുറം മോദി എന്ന ഒരു RSSകാരൻ, ഒരു മനുഷ്യൻ, ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ. അങ്ങനെയാണ് ഞാൻ ആ സംഭവത്തെ കാണുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മോദി എന്ന RSSകാരൻ എന്ന് പറയാൻ പറ്റത്തക്ക രീതിയിലേക്ക് അത് വളർന്നു. ഒരിക്കൽ RSSകാരനാണോ എന്ന് ചോദിച്ചാൽ BJPക്കാർ പോലും അല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മോദി എന്ന RSSകാരനായ പ്രധാനമന്ത്രി എന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാനിതിനെ കാണുന്നത് വേറൊരു തലത്തിലേക്കാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാരത മാതാവായിട്ടാണ് നമ്മൾ കാണുക. ഭാരത മാതാവ് എന്ന് പറയുന്ന സങ്കല്പമാണ്. അപ്പോൾ ഭാരത മാതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. ആ മക്കളെ വൃത്തിയായി സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ് പ്രധാനമന്ത്രിയായും രാഷ്ട്രപതിയായും ഒക്കെ ഇരിക്കുന്ന ആളുകൾ. സ്വാഭാവികമായും ഭാരത മാതാവിൻ്റെ മൂത്ത മകൻ അവരുടെ സഹോദരങ്ങൾക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ വന്നിറങ്ങിയത് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നൊരു ആക്ഷേപം നിലനിൽക്കുമ്പോൾ 10 ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നെങ്കിൽ പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ വരവ് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായി നരേന്ദ്രമോദി അയാൾ അവിടേക്ക് വന്നിറങ്ങി. ഇയാൾക്ക് മുമ്പേ അവിടെ വന്നിറങ്ങിയ ആളുകളുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു. എന്താ സംഭവിച്ചത്? ഇവർ വന്ന കാര്യം ഇപ്പോൾ ഓർമ്മയില്ല, നമ്മളൊക്കെ പറയുമ്പോഴായിരിക്കും. പക്ഷേ നരേന്ദ്രമോദി വന്നു പോയത് ആരും മറന്നിട്ടില്ല. നൈസമൂളുടെ ചേർത്ത് പിടിച്ചതും നൈസമോൾ നരേന്ദ്രമോദിയുടെ താടിയിൽ പിടിച്ചു വലിച്ചതും കണ്ണാടി ഊരിയെടുക്കാൻ ശ്രമിച്ചതും ആ മോളോട് സംസാരിച്ചതും ഒക്കെ ഒരു മുത്തച്ഛൻ്റെ വാത്സല്യത്തോടു കൂടി തന്നെയാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്കവിടെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നരേന്ദ്രമോദി പറഞ്ഞൊരു വാചകം തന്നെ അത് കോട്ട് ചെയ്തു. പണത്തിന്റെ കുറവ് കൊണ്ട് വയനാടിൽ യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, കേന്ദ്രം നിങ്ങൾക്കൊപ്പമുണ്ട്. ഇയാൾ വന്ന് ഷോ കാണിച്ചിട്ട് പോയി എന്ന് ആക്ഷേപിക്കുന്ന ആളുകളോട് ആ വാക്ക് മതി. ആ വാക്കിനെ BJP കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞത് മോദിക്ക് ഗ്യാരണ്ടി എന്നാണ്. മോദി കൊടുത്ത ഗ്യാരണ്ടികളൊന്നും തെറ്റിയിട്ടില്ല. മോദിയുടെ വാചകങ്ങളെ വളച്ചൊടിച്ച് 15 ലക്ഷം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അന്തംഗമ്മികൾ പ്രചരിപ്പിച്ച വാചകങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷങ്ങൾ പിന്നിട്ട് 11ാം വർഷത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റാത്ത ഒരു വീടുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. എത്രയോ പദ്ധതികൾ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒത്തിരി പദ്ധതി. നിങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ചായ കുടിക്കാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ഗ്യാസ് കണക്ഷൻ നരേന്ദ്രമോദി പദ്ധതിയിലൂടെ വന്നതാണ്. വീട്ടിൽ അക്കൗണ്ടുകളില്ലായിരുന്ന അമ്മമാർക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും ജൻധൻ യോജനയിലൂടെ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു കൊടുത്തു. ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് വർഷാവർഷം 6000 രൂപ ജൻധൻ അക്കൗണ്ട് വഴി കൊടുത്തു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സടക്ക് യോജന പ്രകാരം നിർമ്മിച്ച ഗ്രാമീണ റോഡുകൾ. ഇവിടെ എന്ത് ചെയ്യണം? അമ്മമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മോദി തന്ന പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. മോദിയുടെ പണം അതാണ്. ബാങ്കിൽ ചെന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് തന്നെ. ഞാൻ ബാങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുമ്പോൾ മോദിയുടെ പണം വന്നു നോക്കിയേ സാറേ. തീർച്ചയായിട്ടും ഞാനും അത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്വീകാര്യതയിലേക്ക് ഒരു പ്രധാനമന്ത്രി ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില അന്തം കമ്മികൾക്ക് കുരുപൊട്ടും. അവർ ചോദിക്കാതെ മോദിയുടെ പണമല്ല, ജനങ്ങളുടെ നികുതി പണമാണ്. ഈ ജനങ്ങളുടെ നികുതി പണം എടുത്താണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഗസ്റ്റ് ഹൗസോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ നവീകരിക്കുന്നത്. ഇത് UPA സർക്കാർ ജനങ്ങൾക്ക് സൗജന്യം കൊടുത്ത്, ഇപ്പം ഇടതുപക്ഷ സർക്കാർ ആയാലും കിറ്റും പെൻഷനും ഒക്കെ കൊടുത്തു എന്ന് പറയുന്നു. സൗജന്യങ്ങൾ കൊടുത്ത് ആളുകളെ കൈവശം എടുത്തപ്പോൾ നരേന്ദ്രമോദി സർക്കാർ സൗജന്യങ്ങൾ കൊടുക്കുന്നതിനൊപ്പം ഈ 6000 രൂപയ്ക്ക്
കൊടുക്കുന്നതിനൊപ്പം ഒരു വലിയ ജനവിഭാഗത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുദ്രാ യോജന, പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന. കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് വിലപിക്കുന്നവർ കാണാതെ പോയൊരു വലിയ പോയിന്റാണ്. 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി മുദ്രാ യോജനയുടെ വായ്പാ പരിധി അവർ കൂട്ടി. 20 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു സംരംഭം തുടങ്ങാം. ഒരാൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിലെ നേരിട്ടും അല്ലാതെയും നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും. അതിലൂടെ ഓരോ വീടുകളും സ്വയം പര്യാപ്തമാവും. ലോൺ എടുക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ അതിന്റെ പ്രോജക്റ്റുമായി ബാങ്കിൽ എത്തിയാൽ മുദ്രാ ലോൺ വഴി നമുക്കൊരു സംരംഭം തുടങ്ങണമെന്ന് പറഞ്ഞാൽ നേരിട്ട് തന്നെ ബാങ്കുകൾ അതിന്റെ കാര്യങ്ങൾ പെട്ടെന്നാണ് വളരെ സമയമെടുക്കാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തുന്നു. പലരും അത്തരത്തിലൂടെ സംരംഭങ്ങൾ തുടങ്ങി ജീവിതം മെച്ചപ്പെട്ട ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന പലരെയും നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച പദ്ധതികളൊക്കെ നടപ്പിലാക്കി കാണിച്ചിട്ടുള്ള ഒരു നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് വയനാടിൽ ലഭിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു വലിയ ആശ്വാസം. അതിനേക്കാൾ മുമ്പ് ഞാൻ പറയാം, നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നു. മുസ്ലിങ്ങൾ നരേന്ദ്രമോദിയുടെ കണ്ണിലെ കരടാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിമുകളെ ഇല്ലായ്മ ചെയ്യുകയാണ് BJP-യിലൂടെ RSS അജണ്ട നടപ്പിലാക്കുന്നു. BJP സർക്കാർക്ക് മുസ്ലിങ്ങളെ കണ്ണിൽ പിടിക്കില്ല, അല്ലെങ്കിൽ മുസ്ലിം വിരോധികളാണ് BJP-ക്കാർ എന്നൊക്കെ പറഞ്ഞു വരുത്തുന്ന കുറെ പേര്. നരേന്ദ്രമോദി മുസ്ലിങ്ങളെ മുഴുവനായി നുഴഞ്ഞുകയറ്റക്കാർ എന്ന് ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് നിന്ന് നരേന്ദ്രമോദി വയനാട്ടിൽ വന്നിറങ്ങിയപ്പോൾ ആരുടെയും മതം തിരക്കിയില്ല, ആരുടെയും ജാതി തിരക്കിയില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. ക്യാമ്പുകളിൽ, ആശുപത്രികളിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ തട്ടമിട്ട് ഉമ്മമാരുണ്ട്, മുണ്ട് ഇടത്തോട്ട് കുത്തിയ അവിടുത്തെ ഇക്കാമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരെല്ലാം ഒരു ഇന്ത്യക്കാർ, എന്റെ നാട്ടുകാർ, എന്റെ സഹോദരങ്ങൾ. ഞാനുണ്ട് നിങ്ങളോടൊപ്പം, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, പോയതൊക്കെ പോട്ടെ, എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം, ഞാനുണ്ട്. നമ്മൾ ഈ വയനാട്ടിൽ കണ്ട കാഴ്ചയാണ്. പിണറായി വിജയനാകട്ടെ, മുഹമ്മദ് റിയാസ് ആകട്ടെ, എന്തിന് BJP MP ആയ നരേന്ദ്രമോദിയെ അനുഗമിച്ച് അവിടെ എത്തിയ സുരേഷ് ഗോപി ആകട്ടെ, കാലുകളിൽ ഇട്ടിരുന്നത് കാസ്രായി ചെരുപ്പുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന വലിയ ബൂട്ടുകളാണ്. നരേന്ദ്രമോദിയുടെ കാലിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആ ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങുന്ന ഒരു ക്ലോസ് വിഷ്വൽ മാതൃഭൂമി ന്യൂസിലുണ്ട്. 28 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന മാതൃഭൂമിയുടെ ആ സ്റ്റോറി കണ്ടു നോക്കണം. നരേന്ദ്രമോദി വന്നതിനെ പറ്റി ഒരു മനുഷ്യൻ തന്റെ സഹോദരൻ അദ്ദേഹത്തിന് ചോപ്പറിൽ വന്ന് ഇത് കണ്ടിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് ഒരു ഉന്നതതല യോഗവും വിളിച്ചു കൂട്ടി, ഷോയും കാണിച്ച് 2 മണിക്കൂർ കൊണ്ട് തിരിച്ചു പോകാവുന്നിടത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ പട്ടാളക്കാരെ നരേന്ദ്രമോദി ചേർത്ത് പിടിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ 7 മണിക്കൂറാണ് ഒരു പ്രധാനമന്ത്രി ഒരു ദുരന്ത മുഖത്ത് ചിലവഴിച്ചത് എന്നുള്ളതാണ്. നരേന്ദ്രമോദിയെ പറ്റി ആളുകൾ പറയും, നരേന്ദ്രമോദിക്ക് ഈ ഭയങ്കരമായ ഫോട്ടോകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, തന്റെ പടം വൃത്തിയായി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നന്നായി ചെയ്യുന്ന ആൾ തന്നെയാണ്. അതൊരു മാറ്റമില്ല, അതൊക്കെ തന്നെയാണ് നരേന്ദ്രമോദി. അദ്ദേഹം മയിലിന് തീറ്റ കൊടുക്കുന്നതും മാനിന് തീറ്റ കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ നരേന്ദ്രമോദിയുടെ ജീവിതത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഭംഗിയുള്ള ദുരന്തമുഖത്താണെങ്കിൽ പോലും ഒരു പ്രധാനമന്ത്രി എന്തായിരിക്കണം, ജനങ്ങളെ എങ്ങനെ ചേർത്ത് പിടിക്കണം എന്ന് കാണിച്ചു കൊടുത്ത മൊമെന്റുകളാണ് വയനാട്ടിലൂടെ നടന്നു നോക്കിയത്. ഈ വയനാട് സംഭവം ലോക്സഭയിൽ എടുത്തപ്പോൾ അമിത്ഷാ ആദ്യം പറഞ്ഞത് കേരളത്തിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ അന്നേരവും നരേന്ദ്രമോദിയുടെ വാ തുറന്നില്ല, ഒന്നും വേണ്ടിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു, ഇത് ലോക്സഭയിൽ ഉന്നയിക്കേണ്ട വിഷയമല്ല, ഞാൻ അവിടെ പോകണം, എന്റെ ജനങ്ങളെ, എന്റെ സഹോദരന്മാരെ അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം, അവർക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണം, അതെനിക്ക് അവർക്ക് കൊടുക്കാൻ കഴിയണം, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം എൻ്റെ അവിടുത്തെ ആദ്യത്തെ യാത്ര എന്നുള്ളത് മനസ്സിൽ കണ്ടിട്ടാണ്. ഇന്നലെ ഈ വിഷയം രോഹിത് പറഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ തന്നെ ഒരു പ്രമുഖ മാധ്യമ സുഹൃത്തുമായി ഇക്കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്, മോദി താടിയൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് ക്യാമ്പുകൾ സന്ദർശിച്ചു, പിണറായി വിജയൻ ഇപ്പോൾ താടി വയ്ക്കാനുള്ള തിരക്കിലാണ്. അതായത് ഒരു തമാശയ്ക്കാണത് പറഞ്ഞതെങ്കിലും ശരിയാണ്. ഇനി പിണറായി ഏത് തരത്തിലായിരിക്കും വയനാട്ടിൽ എത്തുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കോണ്ടാക്ട്സിലുള്ള കുറേ സഖാക്കന്മാരുണ്ട്. അതിൽ ഒരു DYFIയുടെ ഒരു സഖാവ്, കൊല്ലത്തുള്ള ഒരു സഖാവാണ്, എൻ്റെ സുഹൃത്താണ്. അതിന് പേര് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, പക്ഷെ ഞാൻ പറയുന്നില്ല. ഈ സഖാവിൻ്റെ സ്റ്റാറ്റസ് 5 സ്റ്റാറ്റസ് അവൻ ഇട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി വന്ന ദിവസം. 1 നൈസമോള് താടിയിൽ പിടിച്ച് നടന്ന നരേന്ദ്രമോദി, 2 അദ്ദേഹം ദുരന്തഭൂമിയിൽ നിൽക്കുന്ന നരേന്ദ്രമോദി, പിന്നെ നൈസമോളുമായി ബന്ധപ്പെട്ട ഒരു 4 കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ. ഞാനൊരു മെസ്സേജ് അയച്ചു, എന്താ മോനെ ഒരു മനംമാറ്റം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ പുള്ളി വന്നു എല്ലാം കൊണ്ടുപോയി, ഇതായിരുന്നു റിപ്ലൈ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് കണ്ടാൽ നിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ലേ? ഓ, പാർട്ടിയും പിണറായി വിജയനും ഒക്കെ ഇതിന്റെ മുന്നിൽ ഒന്നും അല്ലാതായി മാറി. അതായത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഈ സ്റ്റാറ്റസ് ഇടുന്നത്. അവിടെ ജാതിയും മതവും ഒക്കെ മാറുകയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനു മേൽ ചാർത്തി കൊടുത്ത അപവാദങ്ങളുടെ കഥകളുടെ മുഴുവൻ അവിടെ പോവുകയാണ്.
രാഹുൽ ഗാന്ധി വന്നു, പ്രിയങ്ക ഗാന്ധി വന്നു, പിണറായി വിജയൻ വന്നു, നരേന്ദ്രമോദിയും വന്നു. പക്ഷെ നരേന്ദ്രമോദി മാത്രം അവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ ശരീരം മാത്രമാണ് മടങ്ങിപ്പോയത്. ജനമനസ്സുകളിൽ, വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ മനസ്സുകളിൽ ഞങ്ങൾക്ക് അയാളുണ്ട്. രാഹുൽ ഗാന്ധി വന്നപ്പോൾ വഴിയിൽ തടയുന്ന ആളുകളെ കണ്ടു. നരേന്ദ്രമോദി വന്നപ്പോൾ അതുണ്ടായില്ല. ഇനി ഈ പറയപ്പെടുന്ന ജനങ്ങൾക്കൊപ്പം, സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിച്ചു. അദ്ദേഹം കൊടുത്ത വാക്ക്, പൈസയുടെ പ്രശ്നം കൊണ്ട്, പണമില്ലാത്തത് കൊണ്ട് വയനാടിന് യാതൊന്നും സംഭവിക്കില്ല. മോദിക്ക് ആ ഗ്യാരണ്ടിയാണ്. ആ വാക്ക് അവിടെ ഉപയോഗിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞതെല്ലാം ചെയ്തിട്ടുള്ള, കൃത്യമായി ചെയ്തിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാചകങ്ങളാണ്. അത് വയനാട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അവിടെ മുസൽമാനില്ല, ക്രിസ്ത്യാനിയില്ല, ഹൈന്ദവരില്ല. അവിടെ ഒറ്റ വികാരമേ ഉള്ളൂ, ഭാരതമാതാവിൻ്റെ ഇന്ത്യൻ മക്കൾ, ഇന്ത്യയുടെ പ്രധാന സേവകൻ. ആ വാക്ക് ഉപയോഗിക്കാം. കാരണം താങ്കൾ തുടങ്ങിയത് RSSകാരനായ പ്രധാനമന്ത്രി എന്നാണ്. RSSകാരനായ പ്രധാനമന്ത്രി ഭാരതമാതാവിന്റെ പ്രധാന സേവകനാണെങ്കിൽ ആ പ്രധാന സേവകൻ ഭാരതമാതാവിന്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച ഇത് വീണ്ടും 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 ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇതേ പ്ലാറ്റ്ഫോമിൽ, ഈ മീഡിയ മലയാളത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഇന്നലെയും ഇത് ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്ന് ഈ വിഷയം എടുക്കണമോ എന്ന് ഞാൻ 2 വട്ടം ചിന്തിച്ചപ്പോഴും മനസ്സിൽ വെച്ചു, ഇത് എത്ര വട്ടം പറഞ്ഞാലും തീരില്ല. അത്രയും ദുരന്തമുഖത്താണ്. നോക്കൂ, നൈസമോൾ ഉപ്പ നഷ്ടപ്പെട്ടു, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു, ഉമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നതാണ്. ആ മോൾ ഇപ്പോഴും ചോദിക്കുന്നത്, എല്ലാവരോടും പറയുന്നത്, ഉപ്പയും സഹോദരങ്ങളുമുള്ള ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോകുമോ എന്നാണ്. ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതേ ദൃശ്യങ്ങൾ ഈ നൈസമോളുടെ തന്നെ മറ്റൊരു ദൃശ്യങ്ങളുണ്ടായിരുന്നു. VD സതീശൻ ചെന്നപ്പോൾ പോക്കറ്റിൽ നിന്ന് പേനയൊക്കെ എടുത്തിട്ട് വളരെ വാത്സല്യത്തോടുകൂടി അദ്ദേഹം കണ്ണു നിറയുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ നോക്കൂ, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും ആ കുഞ്ഞിന് ഒന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേ നിഷ്കളങ്കതയോടെ ഇന്ത്യയുടെ, അദ്ദേഹത്തിന് എന്തൊക്കെയാ വിളിച്ച്, നരഭോജി എന്ന് വിളിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയെ. അദ്ദേഹത്തിന് ആ കുഞ്ഞിനോടുള്ള വാത്സല്യം, അദ്ദേഹം വിവാഹിതൻ കഴിച്ചെങ്കിലും അദ്ദേഹത്തിന് മക്കളില്ല, കുടുംബമില്ല, അപ്പൂപ്പൻ സ്നേഹം തന്നെയാണ്. അതെ, ആ താടി പിടിക്കുമ്പോഴും ആ കണ്ണടയെ പിടിക്കുമ്പോഴും ഒക്കെ ഒന്ന് കൈതട്ടി മാറ്റാതെ, അല്ലെങ്കിൽ ആ നിന്ന് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, കൈ പിടിക്കുമ്പോഴും ചേർന്ന് നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോഴും ആ കുഞ്ഞിനറിയില്ല ചിലപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന്. അതിന് അത്രത്തോളം ഒരു ബോധ്യമില്ലാത്ത ഒരു പ്രായമാണ് അതിന്. പക്ഷേ എങ്കിൽ പോലും ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന, തുടക്കത്തിൽ രോഹിത് പറഞ്ഞതുപോലെ ഭാരതമാതാവിൻ്റെ മൂത്ത പുത്രനാണ് ഇളയ സഹോദരങ്ങളെയും അവരുടെ മക്കളെയും ഒക്കെ ചേർത്ത് പിടിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടത്. എനിക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കുമ്മനം രാജശേഖരന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഈ കുടുംബമൊക്കെ ഒഴിവാക്കി താങ്കൾ RSSന്റെ പ്രചാരകനായി പോയതിൽ എപ്പോഴെങ്കിലും ദുഃഖം തോന്നിയിട്ടുണ്ടോ, ഒരു കുടുംബം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഭാരതമാണ് ഓരോ സംഘപ്രവർത്തകന്റെയും കുടുംബം. ഇവിടുത്തെ ജനങ്ങളാണ് എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മക്കൾ. ആ സംഘപ്രവർത്തകന്റെ പക്വതയോടുകൂടി, RSSകാരന്റെ പക്വതയോടുകൂടി നരേന്ദ്രമോദിക്ക് ഒരു പക്ഷേ അവിടെ വരുമ്പോൾ പറയാമായിരുന്നു, തട്ടമുട്ടവർ എന്നെ കാണാൻ വരണ്ട. രഹസ്യമായി. കാരണം നരേന്ദ്രമോദി ആര് കാണണം ആര് കാണണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ടീമുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടുത്തെ ഹൈന്ദവ ജനതയെ മാത്രം കണ്ടു പോകാമായിരുന്നു. വേണമെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന BJP എന്ന് ആക്ഷേപിക്കും, അവരെ മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം കണ്ടത് അവരെയല്ല. അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇത് പറയുന്നതേ തെറ്റാണ്. പക്ഷേ ഇതിന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ മനുഷ്യനെ അതിന്റെ പേരിൽ ഒരുപാട് വട്ടം സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും വലിച്ചു കീറിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് സംസാരിക്കേണ്ടി വരുന്നത്. ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്തം കമ്മികളും സുഡാപ്പികളും എവിടെയൊക്കെയോ തള്ളുന്നുണ്ട്. ഇപ്പൊ എന്തായിരുന്നു ചെയ്യേണ്ടത്? നരേന്ദ്രമോദി വയനാട്ടിൽ വന്നിട്ട് ദൂരെ നിന്ന് നൈസമോള് കൈയെടുത്ത് കാണിക്കുമ്പോൾ കാണാതെ പോകണമായിരുന്നു. അതാണ് പിണറായി വിജയൻ കാണിച്ചത് തന്നെ മോദിയും കാണിച്ചിരുന്നുവെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോ മോദിക്ക് ജനപിന്തുണ കൂടുകയല്ലേ. ജനപിന്തുണ കൂടുമ്പോൾ അന്തം കമ്മികൾക്ക് കുരുപൊട്ടില്ലേ? സ്വാഭാവികമല്ലേ. ഇത് എങ്ങനെയാണ് കൂടുക? ജനങ്ങൾക്കൊപ്പം ഒരു നേതാവ് നിൽക്കുന്നു എന്ന് തോന്നലുണ്ടായാൽ ജനങ്ങൾ ഒരു വാക്ക് മതി, നിങ്ങളൊന്നും കൊടുക്കണ്ടേ, നിങ്ങളൊന്നും കൊടുക്കണ്ട, ചേർത്ത് നിർത്തി ഒരു കരസ്പർശം. നരേന്ദ്രമോദി വയനാടിനൊന്നും കൊടുക്കണ്ട, കയ്യിലൊന്നും എടുത്ത് കൊടുക്കണ്ട, ഖജനാവിൽ കൊടുത്താൽ മതി. സ്വാഭാവികമായി ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ആ മൊമെന്റ് മറക്കില്ല. തീർച്ചയായിട്ടും ചില പണത്തേക്കാൾ വിലമതിക്കുന്ന മൊമെന്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒന്ന് കരം പിടിക്കുമ്പോൾ, നമ്മളൊന്ന് വയ്യാതിരിക്കുമ്പോൾ, ഡൗൺ ആയിരിക്കുമ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വന്ന് കൈകളിൽ ഒന്ന് തൊടുമ്പോൾ, ഒന്ന് തലോടുമ്പോൾ നമുക്ക് ഒരു പുതിയ ഉന്മേഷം കിട്ടും, പുതിയൊരാളായി മാറും. അത് തന്നെയാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ മോഹൻലാൽ വന്നപ്പോൾ എല്ലാവരും ആക്ഷേപിച്ചത് അങ്ങനെയാണ്. മോഹൻലാൽ അവിടെ വന്നു, അവര് അഭ്രപാളികളിൽ മാത്രം കണ്ടിട്ടുള്ള താരരാജാവ് പട്ടാള വേഷത്തിൽ അവിടുത്തെ പട്ടാളക്കാരെയും ജനങ്ങളെ ഒരുപോലെ മോട്ടിവേറ്റ് ചെയ്യാൻ വരുന്നു. വിശ്വശാന്തി ഫെഡറേഷന്റെ പേരിൽ 3 കോടി രൂപ പ്രഖ്യാപിക്കുന്നു, സ്കൂൾ പുനർനിർമ്മിക്കുന്നു. അവിടെ ഉണ്ടാകുന്നൊരു ഉണർവുണ്ട്. ഇതിനെയൊക്കെ കാണാതെ ചെകുത്താനെ പോലെ കുറെ അവന്മാർ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് അതും പറയുന്നതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തണം. വിമർശകരെ മാറി നിൽക്കുക. ഭാരതമാതാവിന്റെ പ്രിയപുത്രൻ വയനാട്ടിലെത്തിയത് തന്റെ സഹോദരങ്ങൾ
ജനങ്ങളെ കാണാനാണ്. അത് അദ്ദേഹം കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു. ഞാനൊരു BJP കാരനോ RSS കാരനോ ഒന്നുമല്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിനെ 50% എതിർക്കുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാര്യം വേറൊന്നുകൊണ്ടല്ല, അത് എന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിപ്പോയ ചിലപ്പോൾ രാഷ്ട്രീയ തിമിരമാകാം. ഞാൻ സ്വയം വിമർശനം പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, എൻ്റെ രാഷ്ട്രീയ തിമിരം കൊണ്ടാകാം. പക്ഷേ ഞാൻ കണ്ട സ്റ്റാറ്റസിൽ കണ്ട സഖാക്കന്മാരുടെ സ്റ്റാറ്റസ് നരേന്ദ്രമോദിയുടെ പടമായിരുന്നെങ്കിൽ, ചിരിക്കുന്ന മുഖമായിരുന്നെങ്കിൽ, നൈസമോളുടെ തലോടലായിരുന്നെങ്കിൽ അത് പലരുടെയും നെഞ്ചിൽ പതിച്ചിട്ടുണ്ട്. അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന് വലിയ സ്വീകാര്യത കിട്ടുകയാണ്. ആലോചിക്കണം, വയനാട്ടിലാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായ രാഹുൽ ഗാന്ധിയെ വലിയ ഭൂരിപക്ഷം കൊടുക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലമായ വയനാടാണ്. അവിടെ സഹോദരങ്ങൾ ഇങ്ങനെ ചേർത്ത് നിർത്തി പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുന്നിൽ കൈകൂപ്പുമ്പോൾ അദ്ദേഹം കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സ്ഥിരം ശൈലിയിൽ തോളത്ത് 2 തട്ട് തട്ടുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നു, അദ്ദേഹം വരുന്നത് ഞങ്ങൾക്കൊരു ശക്തിയല്ലേ. ആരാ വന്ന? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നേരിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വരികയാണ്. തീർച്ചയായിട്ടും നരേന്ദ്ര ദാമോദർ ദാസ് മോദി മണ്ണിലിറങ്ങിയത്, വയനാടിന്റെ മണ്ണിലേക്ക് വന്നിറങ്ങിയത് അവിടുത്തെ ജനങ്ങളെ, തൻ്റെ പ്രിയ സഹോദരങ്ങളെ, തൻ്റെ കൊച്ചുമക്കളെ ഒക്കെ ചേർത്ത് പിടിക്കുവാൻ തന്നെയാണ്. അവർക്ക് വേണ്ടത് ചെയ്യാൻ തന്നെയാണ്. അതിന് ഏത് അന്തംകമ്മി, ഏത് സുഡാപ്പികളും എവിടെ ഇരുന്ന് എന്തൊക്കെ വിമർശിച്ചാലും മോദി പറയുന്നത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. വാഗ്ദാനങ്ങൾ നൽകി വെറുതെ പോകുന്ന ആളല്ല. തീർച്ചയായിട്ടും വയനാട് പഴയ വയനാടായി മാറുമെന്നുള്ള കാര്യത്തിൽ ഇനി ആർക്കും ഒരു സംശയവും വേണ്ട. തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം.